Hello friends, JavaScript പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് JavaScript Iterables നെ പറ്റിയാണ്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതി യൂസ് ചെയ്യാം. ഒന്ന് സ്ട്രിങ്ങിനെ നമുക്ക് സ്ട്രിങ്ങിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അറേയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സ്ട്രിങ് യൂസ് ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് നമുക്ക് ഫോർ ലൂപ്പിൽ ഫോർ ഓഫ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സാമ്പിൾ ചെയ്യാം. ഫോർ ലൂപ്പിൽ ഓഫ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സാമ്പിളിലൂടെ എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേരിയബിൾ വേണ്ട, നമുക്ക് നേരെ ഫോർ ലൂപ്പ് തന്നെ പറഞ്ഞിട്ട് ഒറ്റ ലൈനിലാക്കാം. ഫോർ CHR ക്യാരക്ടർ ഓഫ്, ഇവിടെ ആ സ്ട്രിങ് കൊടുക്കുക. നമുക്ക് JavaScript എന്ന് കൊടുക്കാം. ഇവിടെ console.log CHR കൊടുക്കാം. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഓരോ അക്ഷരമായിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടി. ഇതാണ് ഫോർ ഓഫ് എന്നുള്ളത് വെച്ച് നമുക്ക് സ്ട്രിങ്ങിന് നമ്മൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്, ക്യാരക്ടറായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്, ഇറ്ററേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ, നമുക്ക് ഇനി ഒരു അറേ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് അതിന് ഇതുകൂട്ട് തന്നെ നമുക്ക് സെയിം ഫോർ, ഇവിടെ നമുക്ക് നെയിം കൊടുക്കാം. ഓഫ് നെയിംസിന്റെ ഒരു അറേ ഇവിടെ ഡിഫൈൻ ചെയ്യാം. ലൈക്ക് അജിത്ത്, കുമാർ, തോമസ്, ഫിലിപ്പ്. ഇത്രയും ഒരു അറേ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. സെയിം ആണ് ഇവിടെ നമുക്ക് console.log കൊടുക്കുക. ഈ അറേയിൽ ഓരോ എലിമെന്റിനും നമുക്ക് നെയിമിനകത്ത് കിട്ടും ഈ ഫോർ ഓഫ് യൂസ് ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് console.log പറയുക, നെയിം പറയുക, ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് എൻ്റർ അടിക്കുമ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കാണാം ഓരോ പേരായിട്ട് നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.